പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. SBI അക്കൗണ്ട് ഉള്ളവർക്ക് യോനോ SBI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് SBIയുടെ ATM നിന്ന് ATM കാർഡ് ഇല്ലാതെ, അതായത് ATM കാർഡ് ഉപയോഗിക്കാതെ എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുള്ളായ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ആൾ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. യോനോ SBI ആപ്പ് എങ്ങനെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ യോനോ SBI ആപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനായി ആദ്യം യോനോ ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ വന്നിരിക്കുന്ന സ്ക്രീനിൽ ലോഗിൻ, വ്യൂ ബാലൻസ്, ക്വിക്ക് പേ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. അതിൽ ലോഗിൻ എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്. MPIN എന്താണ്, അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ യോനോ ആപ്പ് നമ്മുടെ ഫോണിൽ ആക്ടിവേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതിന്റെ തൊട്ടടുത്ത് തന്നെ യൂസർ ID എന്ന് കാണുന്നില്ലേ, നിങ്ങൾ SBIയുടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടും ഹോം പേജ് ഓപ്പൺ ചെയ്യാം. അതാണ് ഈ യൂസർ ID എന്ന് കാണിക്കുന്നത്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ എളുപ്പം MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന MPIN ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനായി ആ എൻ്റർ MPIN എന്ന് കാണുന്നതിന് താഴെ കാണുന്ന ലൈനുകളിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നമ്പർ കീബോർഡ് വരുന്നതാണ്. അതിൽ നമ്മളുടെ MPIN ടൈപ്പ് ചെയ്യാം. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോം പേജ് ഇങ്ങനെ ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ ഹോം പേജിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് യോനോ ക്യാഷ് എന്ന് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന സ്ക്രീനിൽ താഴെ ഇവിടെ ATM എന്ന് കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് ഇതുപോലെ കാണിക്കുന്നതാണ്. അതിന് താഴെ എമൗണ്ട് എന്ന് കാണുന്നില്ലേ, ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ നമ്പർ കീബോർഡ് വരുന്നതാണ്. അതിൽ നമ്മൾക്ക് എത്ര രൂപയാണോ ATMൽ നിന്ന് എടുക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാഷ് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. നിങ്ങൾക്ക് 500ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാവുക. അതായത് 500, 1000, 1500, 2000, 2500, 3000 അങ്ങനെ നിങ്ങൾക്ക് 20,000 രൂപ വരെ ഒറ്റ ട്രാൻസാക്ഷനിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ATMൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യാനാവും. നിങ്ങൾ ആ ക്യാഷ് ATMൽ പോയി വിഡ്രോ ചെയ്തതിന് ശേഷം അതേ ദിവസം തന്നെ 20,000 രൂപ കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ATMൽ പോയി വിഡ്രോ ചെയ്യാനാവും. അതായത് ഒരു ട്രാൻസാക്ഷന്റെ ക്യാഷ് ലിമിറ്റ് എന്നത് 20,000 രൂപയും ഒരു ദിവസത്തെ ക്യാഷ് ലിമിറ്റ് എന്നത് 40,000 രൂപയുമാണ്. ഞാനിവിടെ 2,000 രൂപയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2,000 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ നീല ആരോയിൽ പ്രസ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. ഒരു 6 അക്ക പിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ പിന്ന് നമ്മൾ ATMൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലാണ് നമ്മൾ എൻ്റർ ചെയ്ത ക്യാഷ് നമുക്ക് എടുക്കാനാവുക. പക്ഷേ ഇവിടെ പിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ 1 2 3 4 5 6 എന്നൊരു പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്തതിന് താഴെയായിട്ട് റെഡ് കളറിൽ കാണുന്ന സെന്റൻസിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ക്രമത്തിലുള്ള 3 നമ്പറുകൾ നമ്മൾ ഒപ്പം ടൈപ്പ് ചെയ്ത് കൊടുക്കരുത് എന്നാണ്. ഞാനിവിടെ വീണ്ടും 1 2 1 2 1 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ അപ്പോഴും ഇവിടെ കാണിക്കുന്നത് 3 അൺക്യൂ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. അതായത് 12 12 12 എന്ന് 3 ക്രമത്തിലുള്ള നമ്പറുകൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അതും നമുക്ക് ഇവിടെ പറ്റില്ല. ഞാൻ വീണ്ടും ഇവിടെ ഒരു 6 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ചെയ്തതുപോലെ അല്ലാതെ തുടർച്ചയായ നമ്പറുകളെ ഒഴിവാക്കി ക്രമം തെറ്റിയ നമ്പറാണ് ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഇനി ആ നമ്പർ കീബോർഡിന്റെ റൈറ്റ് സൈഡിൽ താഴെയായി കാണുന്ന ആ നീല ആരോയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാവുന്നതാണ്. ഇനി അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീന് ഓപ്പൺ ആവുന്നതാണ്. അതിനു മുമ്പ് ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഒരു സിമ്പലിൽ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ എത്രയാണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് നമുക്ക് കാണാവുന്നതാണ്.
കാരണം നമ്മൾ എത്രയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തതെന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. അത് ഒന്നോ നമ്മൾ ഏതെങ്കിലും ഒരു കടലാസിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ മനസ്സിൽ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കാരണം ഈ നമ്പർ നമ്മൾ മറന്നുപോയാൽ നമ്മൾക്ക് ക്യാഷ് ATM നിന്ന് എടുക്കാൻ സാധിക്കില്ല. ഇനി ഞാൻ ആ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര രൂപയാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അതേപോലെ നമ്മുടെ ക്യാഷ് പിന്ന് ഒക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇവിടെയും സ്ക്രീനിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ സിമ്പലിൽ പ്രസ് ചെയ്താൽ നമ്മുടെ ക്യാഷ് പിന്ന് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇനി സ്ക്രീനിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സമ്മതപത്രമാണ് കാണുന്നത്. ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് ഇതുപോലെ കാണാം. അതിന്റെ ഇടതുഭാഗത്ത് ഒരു കുഞ്ഞി ബോക്സ് കാണുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരുന്നതാണ്. അങ്ങനെ അതിൽ ടിക്ക് വരുത്തിയാലേ നമുക്ക് അടുത്ത ഓപ്ഷൻ വരികയുള്ളൂ. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കൺഫേം എന്ന ബട്ടണും വന്നിട്ടുണ്ട്. ഇനി അതിലാണ് പ്രസ് ചെയ്യേണ്ടത്. അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യോനോ ആപ്പിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇതാ ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന പോലെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ നമ്പർ ഇതിൽ കാണാം. അതൊരു 6 അക്ക നമ്പറാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഈ 6 അക്ക നമ്പറും നമ്മൾ ATMൽ കാശ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കടലാസിൽ എഴുതിയെടുക്കാം. അല്ലെങ്കിൽ ക്യാഷ് എടുക്കാനായി ATMൽ പോകുമ്പോൾ നിങ്ങൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ നമ്പർ നോക്കിക്കൊണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഞാൻ ബാക്ക് അടിച്ച് ആപ്പ് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാഷ് പിന്നും ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് എടുക്കാനുള്ള ടൈം ലിമിറ്റ് എന്നത് 6 മണിക്കൂറാണ്. അതിനുള്ളിൽ നിങ്ങൾ പോയിട്ട് ക്യാഷ് എടുത്തിരിക്കണം. ഇനി ATMൽ ചെന്ന് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ SBIയുടെ ഒരു ATMന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ATMന്റെ സ്ക്രീനിൽ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് യോനോ ക്യാഷ് എന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പ്രസ് ചെയ്യേണ്ടത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ പോയി നിൽക്കുന്ന ATMന്റെ സ്ക്രീനിൽ യോനോ ക്യാഷ് എന്ന ബട്ടൺ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ക്യാഷ് എടുക്കുന്ന SBIയുടെ ATM യോനോ ക്യാഷ് എടുക്കാനുള്ള ക്രമീകരണം നടത്തിയ ATM ആയിരിക്കണം. അപ്പോൾ ഞാൻ ആ യോനോ ക്യാഷ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത സ്ക്രീനിൽ നമുക്ക് SMS ആയി ലഭിച്ച ആ ട്രാൻസാക്ഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലുള്ള ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ ട്രാൻസാക്ഷൻ നമ്പർ ഇവിടെ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായി കാണിക്കുന്ന ആ കൺഫേം എന്ന ബട്ടണിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ നമ്മൾ എത്ര രൂപയാണ് എടുക്കേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ യോനോ ആപ്പിൽ എത്ര രൂപയാണോ എമൗണ്ട് ആയി ടൈപ്പ് ചെയ്ത് കൊടുത്തത് ആ എമൗണ്ട് തന്നെയേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുകയുള്ളൂ. അതിന് താഴെയോ അതിന് മുകളിലോ ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ യോനോ ആപ്പിൽ 2000 രൂപയാണല്ലോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, ആ 2000 തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായി യെസ് നോ തുടങ്ങിയ ബട്ടണുകൾ കാണുന്നില്ലേ, അതിൽ യെസ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആകും. അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ യോനോ ആപ്പിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു ക്യാഷ് പിന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ, ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ATMൽ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തത് എന്താണ്, നമുക്ക് SMS ആയി ലഭിച്ച മെസ്സേജിൽ വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ യോനോ ആപ്പിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഒരു ക്യാഷ് പിന്നും ക്രിയേറ്റ് ചെയ്തുവല്ലോ, ആ 6 അക്ക ക്യാഷ് പിന്നാണ് ഇവിടെ നമ്മൾ ക്രമം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കൺഫേം എന്നൊരു ബട്ടൺ കാണുന്നില്ലേ, അതിലാണ് ഇനി പ്രസ് ചെയ്യേണ്ടത്. അതിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത എമൗണ്ട് എത്രയാണോ അത് മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം ഈ ഭാഗത്ത് ഇതുപോലെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വീണ്ടും ഇതേ ട്രാൻസാക്ഷൻ നമ്പറും ക്യാഷ് പിന്നും ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതേ ക്യാഷ് വീണ്ടും നമുക്ക് എടുക്കാൻ കഴിയുകയില്ല. അതിനായി വീണ്ടും നമ്മൾ യോനോ ആപ്പ് ഓപ്പൺ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പുതിയ ട്രാൻസാക്ഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പുതിയ ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാഷ് പിന്നും അതേപോലെ ലഭിച്ച ട്രാൻസാക്ഷൻ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് ATMൽ വന്ന് ATM കാർഡ് ഇല്ലാതെ വീണ്ടും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്. നമ്മൾ SBIയുടെ ATMൽ നിന്ന് ATM കാർഡ് ഇല്ലാതെ യോനോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് എടുക്കുമ്പോൾ അതിന് ചില പ്രത്യേക പ്രയോജനങ്ങളുണ്ട്.
ഒന്ന്, നമ്മൾ യോനോ ആപ്പിൽ എത്ര രൂപയാണോ എമൗണ്ട് ആയി ടൈപ്പ് ചെയ്ത് കൊടുത്തത് ആ എമൗണ്ട് ATM നിന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ട്രാൻസാക്ഷൻ നമ്പറും അതേപോലെ ക്യാഷ് പിന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർ പോയി ATM നിന്ന് ക്യാഷ് എടുക്കുമ്പോൾ ആ എമൗണ്ട് മാത്രമേ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അതിൽ കൂടുതൽ ക്യാഷ് അവർക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് എടുക്കാൻ സാധിക്കുകയില്ല. കൂടാതെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നമ്പറും അതേപോലെ ക്യാഷ് പിന്നും ഒക്കെ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ഒരാൾക്കാണ് ഫോണിലൂടെയോ മറ്റോ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ബാങ്കിലൊന്നും പോകാതെ നേരെ SBIയുടെ ATMൽ ചെന്ന് ആ ട്രാൻസാക്ഷൻ നമ്പറും ക്യാഷ് പിന്നും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ എമൗണ്ട് അവർക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. കൂടാതെ ക്യാഷ് വിഡ്രോ ചെയ്യാനായി നമ്മൾ ATM കാർഡ് കൊണ്ടു നടക്കേണ്ട ആവശ്യവും വരുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ക്യാമറാമാൻ സോണിയോടൊപ്പം മാർട്ടിൻ. ബൈ.